കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബിലെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ അഷ്റഫ് നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ്, സെക്രട്ടറി ബാലകൃഷ്ണൻ, ട്രഷറർ ഷാലി വർഗീസ് എന്നിവർ സ്ഥാനമേറ്റു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സോമകുമാർ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂരിലുള്ള ഓട്ടിസം കുട്ടികളുടെ സ്കൂളിലേക്ക് സൈക്കിൾ, കുടകൾ എന്നിവ നൽകി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ 5 സ്കൂളുകൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ബാലകൃഷ്ണൻ, മോഹൻലാൽ, പ്രദീപ്, ശങ്കരനാരായണൻ, ദിനേശൻ, സുഗുതൻ, അഡ്വക്കേറ്റ് ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ജൂൺ 1 മുതൽ 5-ാം തീയതി വരെയായിരുന്നു ഞങ്ങൾക്ക് DG ടീമിൻ്റെ സ്കൂൾ നടന്നത്. കൊൽക്കത്തയിലെ ITC ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സ്കൂൾ അറ്റൻഡ് ചെയ്തത്. ഞാനും ഡിസ്ട്രിക്ട് ഗവർണർ, അതേപോലെ ഫസ്റ്റ് മേഡിക്ക് സുരേഷ് വരെ 3 പേരും അവിടെ പോയി അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും നമ്മൾ വിചാരിക്കും അത് സെക്കൻഡ് മേഡിക്ക് ആയാലും ഫസ്റ്റ് മേഡിക്ക് ആയാലും ഫ്രീ ആണ്. 40,000 രൂപ രജിസ്ട്രേഷനൊക്കെ അടച്ച് അങ്ങോട്ടുള്ള ഫ്ലൈറ്റിൻ്റെയും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ അവിടുത്തെ ഒരു കൃത്യനിഷ്ഠയാണ് ഉള്ളത്. ഇത് മുൻ ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് തന്നെ മീറ്റിംഗ് ആരംഭിക്കും. ഒരു സെക്കൻഡ് നമ്മൾ വൈകി കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പഞ്ച് ചെയ്യുന്ന സംവിധാനം പോലെയാണ് നമുക്ക് തന്ന ടാഗ് സ്കാൻ ചെയ്ത് പഞ്ച് ചെയ്തിട്ടാണ് അതിനുള്ളിൽ കയറുന്നത്. ഒരു പക്ഷെ നമ്മളത് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ ഓപ്പണായിട്ട് അനൗൺസ്മെന്റ് ചെയ്യും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ലയൺസിന്റെ ഇന്റർനാഷണൽ മീറ്റിംഗും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താ വെച്ചാൽ